1975 ഫാറ്റിമ മാതാ നാഷണൽ കോളേജിൽ പ്രീ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയായി ഞാൻ വന്നപ്പോൾ ആദ്യം ഇരുന്ന ക്ലാസ് മുറിയിൽ വെച്ചാണ് ഈ ഡിവിഷനിലേക്കുള്ള ആദ്യ വോട്ട് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായത്. ആ ഓർമ്മ ഞാൻ മാധ്യമ സുഹൃത്തുക്കളുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമാണ്. കോർപ്പറേഷനിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തുകളിലേക്കും ത്രിതല പഞ്ചായത്ത് സമിതികളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് 10,000-കണക്കിന് സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്ന ജനകീയ ഉത്സവം, ലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന മഹത്തായ ഒരു സംരംഭം. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഏറ്റവും ശക്തമായ നിലയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്നിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ. അപ്പം ശരിക്കും ജനാധിപത്യത്തിൻ്റെ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ജനകീയ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മുനിസിപ്പൽ, കോർപ്പറേഷൻ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി നടക്കുന്നു എന്നറിയുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച്, കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചാണ്. കേരളത്തിൽ ഇത് മൂന്നും കൂടി ഒരുമിച്ച് ജനാധിപത്യത്തിൻ്റെ, പ്രത്യേകിച്ചും ബേസിക് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് സത്യത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ. അവിടെയാണ് അധികാരവൽക്കരണം ഏറ്റവും ഫലപ്രദമായി നടക്കേണ്ടത്, ശാക്തീകരണം നടക്കേണ്ടത്. അതിനുതകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വലിയ പ്രതീക്ഷയാണ് ജില്ലയിലും. UDFനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും ഞാൻ ഒരു അവകാശവാദമായിട്ടല്ല, കഴിഞ്ഞ ഒരു മാസക്കാലമായി നടത്തിയ നിരന്തരമായ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ലഭിച്ച ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 2010 ആവർത്തിക്കും. 2010 സമീപകാല ചരിത്രത്തിൽ കേരളത്തിൽ UDF 50%-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വന്നത് 2010. സാധാരണഗതിയിൽ പൊതുവെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പൊതുവെ വരുന്നത് CPM-ന് LDF-ന്റെ മേൽക്കോയ്മയാണ് പൊതുവെ വരാറുള്ളതെങ്കിൽ പോലും 2010 ചിത്രം വ്യത്യസ്തമായിരുന്നു. 50%-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF ആധിപത്യം നേടി ഭരണത്തിൽ വന്നു. 2025 ഈ പ്രാവശ്യം നടക്കുന്ന, ഇന്ന് ആരംഭിക്കുന്ന ഈ പോളിംഗിൽ ഒരു സംശയവും വേണ്ട, 2025 50%-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് UDF വൻപിച്ച മുന്നേറ്റം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും.